ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളിതാ ഈ ഒരു വലിയ ബോക്സ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ച് ഫൈനലി മേടിച്ചൊരു സാധനമാണ്. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഒരു മാനിക്യൂനാണ് കേട്ടോ. അതായത് ഒരു എന്താ പറയുക, ഒരു ഡമ്മി എന്നൊക്കെ പറയാം. നമ്മൾ ഓൺലൈൻ സ്റ്റോർ, ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ബൊട്ടീക്ക്, ഡ്രസ്സിൻ്റെ ഷോപ്പ്, ഇതിലൊക്കെ വെക്കുന്ന ഒരു എന്താ പറയുക, നമ്മൾ മോഡലായിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു ഡമ്മിയില്ലേ, അതാണ് സംഭവം. നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറേ നാളായിട്ട് നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് മേടിക്കുമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടോ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. തുറന്നപ്പോൾ ഫുള്ള് വൈക്കോലായിരുന്നു കേട്ടോ, നിറച്ച് വൈക്കോലായിരുന്നു. അത് സേഫായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് അതിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. 4 സൈഡ് വീലൊക്കെ ആയിട്ട് അതിൻ്റെ സ്റ്റാൻഡായിരുന്നു. അത് ഞാൻ നീക്കി വെച്ചു. അതിനുശേഷം നമ്മുടെ മാനിക്യൂൺ ഞാൻ പുറത്തേക്ക് എടുത്തു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ മാനിക്യൂൺ ഇത്ര ക്ലോസ് ആയിട്ട് കാണുന്നത്. ഞാൻ ഡമ്മി കണ്ടിട്ടുണ്ട്, നമ്മുടെ ഷോപ്പിലൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് വെക്കണ മോഡൽ ഡമ്മി കണ്ടിട്ടുണ്ട് ഷോപ്പിലൊക്കെ പോകുമ്പോൾ. പക്ഷേ ഇതുപോലത്തെ മാനിക്യൂൺ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഞാനാണെങ്കിൽ ബ്ലാക്ക് കളറാണ് കേട്ടോ സെലക്ട് ചെയ്തത്. എൻ്റെ കസിനും മുത്തശ്ശനൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരോട് സംസാരിച്ചിട്ടൊക്കെയാണ് അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്ക് ചെറിയ രീതിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത് മേടിക്കുമ്പോൾ. നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു ഡമ്മി അല്ലെങ്കിൽ ആ ഒരു മാനിക്യൂൺ മേടിക്കണോ അല്ലെങ്കിൽ ഈ ഒരു മാനിക്യൂൺ മേടിക്കണോ എന്ന് എനിക്ക് ചെറിയ രീതിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ മാനിക്യൂൺ മേടിക്കാം, കുറച്ചും കൂടി നമുക്ക് വീട്ടിലൊക്കെ എന്താ പറയുക ഒതുക്കി വെക്കാൻ പറ്റുന്നത് ഈ മാനിക്യൂൺ ആണ്. അപ്പോൾ പിന്നെ ഞാൻ ഇത് മേടിക്കാം, നമുക്ക് ഇതുപോലെ പാർട്സ് ആക്കിയിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഇത് മതി, ഇത് സെലക്ട് ചെയ്തു. പിന്നെ ബ്ലാക്ക് കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ക്രീമും അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എടുത്ത സൈസ് വന്നിട്ടുണ്ടെങ്കിൽ 8 കേട്ടോ. അതായത് ബസ്റ്റ് സൈസ് വരുന്നത് 35-36 വരുന്നത് തോന്നുന്നുണ്ട്. ആ ഒരു സൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വെക്കാൻ കുറച്ചധികം പാടുപെട്ടു കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുറച്ചധികം പാടുപെട്ടു. പിന്നെ എൻ്റെ കസിൻ സ്നേഹ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് വെച്ചു കേട്ടോ അത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഇതുപോലത്തെ ഒരു മാനിക്യൂൺ അല്ലെങ്കിൽ ഡമ്മി മേടിക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിനായിട്ട് എൻ്റെ അടുത്ത് നിന്ന് കാശ് സ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് മേടിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പ്രോഫിറ്റൊക്കെ കൂട്ടി വെച്ച് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു മാനിക്യൂൺ. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രിൻറ്റിങ് മെഷീനോ അതുപോലെ തന്നെ മാനിക്യൂനോ ഓൺലൈൻ സ്റ്റോറിന് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും മേടിച്ചിട്ടില്ല, ഓരോന്നായിട്ട് മേടിച്ച് വരണേ ഉള്ളൂ. അതൊന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ടാണ് കേട്ടോ മേടിക്കുന്നത്. കുറച്ചധികം നേരം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മാനിക്യൂൺ സെറ്റാക്കി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം സെയിം എൻ്റെ ഹൈറ്റായിരുന്നു മാനിക്യൂറിന്. അത് കാരണം തന്നെ എന്താ പറയുക, നമ്മുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരോ ഉള്ള പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ.
അത്രയ്ക്കും എന്താ പറയുക ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ അതേ ഹൈറ്റ് നമ്മുടെ അതേ വെയിറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ പോലെ തോന്നില്ല, അതുപോലെയായിരുന്നു കേട്ടോ എനിക്ക്. ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം അതിനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിനെ ഉടുപ്പിടിപ്പിക്കാം കേട്ടോ. നമ്മളിനി ഇതിനെ ഡ്രസ്സ് ഇടിപ്പിക്കുകയാണ്. കറക്റ്റ് നമ്മളെ പോലെ ആവും. പിന്നെ ഇതിന് തല ഇല്ലയെന്നുള്ളൂ, തലയും കയ്യും ഇല്ല, കാല് പിന്നെ ഡ്രസ്സ് ഇട്ടാൽ കാണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റോറിൽ നമ്മൾ പുതിയതായിട്ട് ഇറക്കിയ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. ഇത് സോൾഡ് ആയിട്ട് ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. കാരണം അത്രയും റേറ്റ് കുറവിന് നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്തൊരു ഡ്രസ്സായിരുന്നു. അത് കഴിഞ്ഞു. അജറക്കിൽ വരണമായിരുന്നു കേട്ടോ, റെഡ് അജറക്കിൽ വരണ ഒരു മിഡി ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തലയും കൂടി ഉണ്ടെങ്കിൽ സെറ്റായേനെ, ഞങ്ങളെപ്പോലെ ഒരാളായേനെ കേട്ടോ. അങ്ങനെ അത് ഉടുപ്പിട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാം സെറ്റാക്കിയിട്ട് ഇതാ അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ മെറ്റീരിയലാണ് അമ്മയ്ക്ക് ഇഷ്ടമായത്. അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു ചുരിദാർ അടിക്കാനായിട്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തുനിന്ന് ആ മെറ്റീരിയൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ കുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചേച്ചീനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം പിന്നെ വലിയമ്മേനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. എല്ലാവരെയും ഞാൻ കാണിച്ചു കൊടുത്തു കേട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 4500 നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ സൈസ് നേരത്തെ പറഞ്ഞ പോലെ 8 സൈസ് എടുത്തേക്കുന്നത്. ഞാൻ പിന്നെ ഒരു എന്താ പറയുക ഒരു ആഡ് കണ്ടിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതാണ് കേട്ടോ. ഹോം ഡെലിവറി ഉണ്ടായിരുന്നു, പക്ഷെ എക്സ്ട്രാ നമ്മുടെ അടുത്ത് നിന്ന് ക്യാഷ് മേടിച്ചു കേട്ടോ ഹോം ഡെലിവറിക്കൊക്കെ. മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ 4500 കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് കൂടുന്തോറും ഇതിൻ്റെ റേറ്റും കൂടും. പിന്നെ ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് ഒരു ബ്ലാക്ക് മിഡി ഡ്രസ്സ് ഇട്ട് നോക്കി. പിന്നെ ഞാൻ ഒരു കുർത്ത ഇട്ട് നോക്കിയിട്ട് അതുമ്മേ ഒരു ബ്ലൂ ഇന്ത്യക്കുരു തന്നെ ഒരു കുർത്ത ഇട്ട് നോക്കി. നമ്മുടെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോണ 2 സാധനമാണ്. ഒന്ന് ഇന്ദിഗോയിൽ വരുന്ന ഡ്രസ്സും രണ്ടാമത്തെ വന്നിട്ടുണ്ടെങ്കിൽ അജ്രക്കുമാണ് കേട്ടോ. എന്തായാലും മാനിക്യൂൺ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഹെൽപ്ഫുള്ളാണ് എൻ്റെ സ്റ്റോറിലേക്ക്. ഞാനിനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാനിക്യൂണിലിട്ടിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.